Hello everyone, welcome to Kids Area Online. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? മാത്തമാറ്റിക്സ് ആയിരുന്നു അല്ലേ? ഗണിതമായിരുന്നു. നമുക്ക് നോക്കാം, ആൻസേഴ്സ് നോക്കാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആക്ടിവിറ്റി 1 ഷേപ്സ്, ആകൃതികൾ, ഷേപ്സ് ആയിരുന്നു. ഓക്കെ, റയാൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മേഡ് സം ഷേപ്സ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. Give same color to similar shapes. Write the total number of each shape. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരേപോലത്തെ ഷേപ്പിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരേ നിറം കൊടുക്കണം. ഇവിടെ നോക്കിയേ, ഒരേപോലത്തെ നിറം, അതായത് ഇവിടെ സർക്കിളിനെല്ലാം ഒരേ നിറം കൊടുക്കണം. എന്നിട്ട് അത് എത്രയുണ്ടെന്ന് എഴുതണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഇതിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സർക്കിളിനെല്ലാം ഒരേ നിറം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സർക്കിളിന് ടീച്ചർ ഇവിടെ ഒരു ഓറഞ്ച് കളർ സർക്കിളിനെല്ലാം കൊടുക്കുകയാണ്. സർക്കിളിനെല്ലാം ഒരേ നിറം. 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പൊ എത്ര സർക്കിൾ ഉണ്ടെന്ന് എഴുതുക. എത്ര സർക്കിൾ ഉണ്ടായിരുന്നു? 13. 13 സർക്കിൾ. 13. ഓക്കെ, അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? അടുത്ത ഷേപ്പ് എടുക്കുക. അടുത്ത ഷേപ്പ് ഏതാണ്? നമുക്ക് ഏത് ഷേപ്പ് എടുക്കാം? സ്ക്വയർ എടുക്കാം. ചതുരം, സ്ക്വയർ എടുക്കാം. സ്ക്വയറിന് ടീച്ചർ ഇവിടെ ഗ്രീൻ കളർ കൊടുക്കാൻ പോവാണ് കേട്ടോ. സ്ക്വയർ. അപ്പോൾ ഒന്നാമത് ടീച്ചർ സെലക്ട് ചെയ്യുന്ന സ്ക്വയർ ദാ ഈ താഴെ കാണുന്ന സ്ക്വയർ ആണ് ടീച്ചർ ആദ്യം സെലക്ട് ചെയ്തത്. ഓക്കെ, ആ സ്ക്വയറിനെല്ലാം ഒരേ നിറം കൊടുക്കണം. സ്ക്വയറിനെല്ലാം ഒരേ നിറം. ഒരു സ്ക്വയർ ആയി 1. രണ്ടാമത് ടീച്ചർ ഇത് സെലക്ട് ചെയ്തു. രണ്ടാമത് 2. മൂന്നാമത് ഇവിടെ സെലക്ട് ചെയ്യുവാണ് 3. 4. അടുത്ത് എവിടെയുണ്ട്? 4 കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു സ്ക്വയർ കാണുന്നുണ്ട്. 4 5 6 7. വേറൊന്നുമില്ലല്ലോ. അപ്പം എത്ര സ്ക്വയർ ഉണ്ട് എന്നാണ് അടുത്ത് നമ്മൾ എഴുതേണ്ടത്. എത്ര സ്ക്വയർ ഉണ്ട്? എത്ര സ്ക്വയർ ഉണ്ട്? 1 2 3 4 5 6 7. ഇപ്പൊ സ്ക്വയർ, ചതുരം 7. അടുത്ത് വരുന്നത് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിനാണ് അടുത്ത് കളർ കൊടുക്കാനുള്ളത്. ട്രയാങ്കിളിന് ടീച്ചറുടെ പിങ്ക് കളർ കൊടുക്കാനായിട്ട് പോവാണ്. ട്രയാങ്കിൾ 1 2 3. വേറെ ഉണ്ടോ? വേറെ ഇല്ല. അപ്പൊ എത്ര ട്രയാങ്കിൾ ആണുള്ളത്? ത്രികോണം എത്ര ഉണ്ടായിരുന്നു? 3. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. നിറവും നൽകണം, അതോടൊപ്പം എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടെത്തി എഴുതുകയും വേണം.
ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ അടുത്തതുണ്ട് ഡ്രോ എ പിക്ചർ ഇൻക്ലൂഡിംഗ് ദീസ് 3 ഷേപ്സ്. ഈ 3 ഷേപ്സ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ചിത്രം വരയ്ക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ ചിത്രം വരച്ചിട്ടുണ്ടാവും. Activity 2, chess number. Various competitions were conducted in school as part of the Independence Day celebration. The chess numbers of second standard students who participated in the competitions are given below. ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ചെസ് നമ്പർ നൽകുകയാണ് കുട്ടികൾക്ക്. അപ്പോൾ ചെസ് നമ്പർ ഏതൊക്കെയാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. 22, 46, 32, 41, 12, 50. ഈ ചെസ് നമ്പേഴ്സിനെ write the given numbers from the smallest to the largest. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? 12 ആണ്. ഏറ്റവും ചെറുത് 12. സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്കാണ്. അപ്പോൾ ഏറ്റവും ചെറുത് 12 ആണ്. ബാക്കിയുള്ളതിൽ ഏറ്റവും അടുത്ത ചെറുത് ഏതാണ്? 22 ആണ് രണ്ടാമത് വരിക. ഇനി ബാക്കിയുള്ളതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 32 അടുത്ത് എഴുതുക. ഇനി ബാക്കിയുള്ളതിൽ ഏറ്റവും ചെറുത് 41. ഇനിയുള്ളതിൽ ഏറ്റവും ചെറുത് 46. ഇനി ഏറ്റവും വലുത് മാത്രം ബാക്കിയായിട്ടുണ്ട്, അതെടുത്ത് എഴുതുക 50. അപ്പൊ ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി, ചെസ് നമ്പർ ആക്ടിവിറ്റിയിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ. ബി പാർട്ട് ചോദ്യം. മിഹാൽ ഗോട്ട് 50 chocolates as prize. Write the number of chocolates in different forms. അത് ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 49 plus 1 എന്ന് എഴുതാം. 49 plus 1 50. ഇനി 10 plus 10 plus 10 plus 10 plus 10 എത്രയാ? 50. ഇനി നമുക്ക് എന്ത് എഴുതാം? 5 tens എന്ന് എഴുതാം. 5 tens എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. വേറെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്താണ്? 50 ones എന്ന് എഴുതാം. 50 ones. 50 ഒന്നുകൾ, 5 പത്തുകൾ, 10 plus 10, 5 പത്തുകൾ ഇങ്ങനെ എഴുതുക. 49 plus 1 ഇങ്ങനെ നമുക്ക് എഴുതാം. അതല്ലാതെ നമുക്ക് എഴുതാം കേട്ടോ. 50 എന്ന് എഴുതാം, FIFTY അതുപോലെ തന്നെ 50 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 40 plus 10 എന്ന് എഴുതാം, 10 plus 40 എന്ന് എഴുതാം. ഓരോരുത്തർക്കും ഓരോ ഐഡിയ അനുസരിച്ച് എഴുതാം കേട്ടോ. ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ആക്ടിവിറ്റി 3യിലേക്കാണ് പോകുന്നത്. ഹൂ ഈസ് നെക്സ്റ്റ്? പാറ്റേൺ ആണ്. അടുത്തത് ആരാണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, മിഡിൽ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന് ചുറ്റും ഈ ട്രയാങ്കിളും സ്ക്വയറും ഇങ്ങനെ കറങ്ങുകയാണ്. ആദ്യം ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. ട്രയാങ്കിൾ കറങ്ങി എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് പോയി. ഇങ്ങോട്ടേക്കാണ് കറങ്ങുന്നത് കേട്ടോ. ട്രയാങ്കിൾ കറങ്ങി ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ സ്ക്വയർ കറങ്ങി ഇവിടെ എത്തി. അതാണിത്. ഇവിടെ നിന്ന് ട്രയാങ്കിൾ കറങ്ങി മുകളിൽ എത്തിയപ്പോൾ സ്ക്വയർ കറങ്ങി താഴെ എത്തി. അതാണ് ഈ കാണുന്നത്. ഇനി എന്താ ചെയ്യുക? ട്രയാങ്കിൾ കറങ്ങി ഇവിടെ വരും. ആദ്യം അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്? ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ച ശേഷം ഈ ട്രയാങ്കിൾ കറങ്ങി ഇവിടേക്ക് വരും. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെയുള്ള സ്ക്വയർ കറങ്ങി എവിടെ പോവും? ലെഫ്റ്റിലേക്ക് പോവും. ഓക്കെ, ഇതാണ് നെക്സ്റ്റ്. ബി ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സർക്കിൾ ആണുള്ളത്. ഒരു സർക്കിളിനെ ഫോളോ ചെയ്താണ് ട്രയാങ്കിളും, മുൻപിലാണ് ട്രയാങ്കിളും സ്ക്വയർ ഉള്ളത്. ഇവിടെ 2 സർക്കിൾസ് ഉണ്ട്. ഇവിടെയോ 3 സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇത് ഏതിനു ശേഷം അടുത്ത് എഴുതേണ്ടത്? 4 സർക്കിൾസ് വരയ്ക്കുക. 1 2 3 4 4 സർക്കിൾസ് വരച്ചിട്ട് ഇത് എഴുതുക. 4 വട്ടങ്ങൾ വരച്ചിട്ട് ത്രികോണവും ചതുരവും വരയ്ക്കുക. അപ്പൊ ഇതാണ് അടുത്ത ആൻസർ. ഇനി 10 20 30 40 37 38 39 40. ഓക്കെ, റൈറ്റ് എ നമ്പർ പാറ്റേൺ. ഒരു നമ്പർ പാറ്റേൺ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ പാറ്റേൺ എഴുതാം. 10 20 30 40 ഇങ്ങനെ നമ്പർ പാറ്റേൺ എഴുതാം. ഓക്കെ, നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി 3 ഇതായിരുന്നു. ആക്ടിവിറ്റി 4 നോക്കാം. Let's count and write. The school arranged juice to be distributed after Independence Day celebration. For that, children arranged the paper straws as bundles. Find the total number of paper straws arranged by each student and draw.
ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ജ്യൂസ് കൊടുത്തു കുട്ടികൾക്ക്. അപ്പോൾ ജ്യൂസ് കുടിക്കാൻ എന്ത് വേണം? പേപ്പർ സ്ട്രോ വേണം. അങ്ങനെ പേപ്പർ സ്ട്രോ കൊണ്ടുവന്നു. പേപ്പർ സ്ട്രോ എത്രയാണെന്ന് കണ്ടെത്തി എഴുതുക. റയാൻ കൊണ്ടുവന്ന പേപ്പർ സ്ട്രോ 3 10s ഉണ്ട്, 2 1s ഉണ്ട്. 3 10s and 2 1s എങ്ങനെയാ ചെയ്യുക? 10 10 10. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ 32. ഇനി മിഹാൽ കൊണ്ടുവന്നതോ 10 10 10 10. ഇവിടെ എത്രയുണ്ട്? 1 2 3 4. 1 10 20 30 40 44. ഇനി റിൻസിക്ക് ടോട്ടൽ 16 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. ഇനി വൺസിന്റെ സ്ഥലത്ത് എത്ര ഇട്ടാൽ മതി? എത്ര സ്ട്രോ? 6 സ്ട്രോ. 6 1 2 3 4 5 6. ഓക്കെ, 6 സ്ട്രോസ് വരച്ചു. ഇനി 20. ജാൻവിക്ക് 20 ഉണ്ട്. അപ്പോൾ ഇവിടെ 10 വരുന്ന ഒരു ഇത് വരയ്ക്കാം, 2 എണ്ണം വരയ്ക്കാം. ഓക്കെ, അടുത്ത് വീണ്ടും 10 വരുന്നത്. ഇനി ഇവിടെ ഉണ്ടോ? വരയ്ക്കേണ്ട. അപ്പോൾ ഇതാണ് 20. ഇനി ദയക്ക് എത്രയാണ്? 67 ആണ്. അപ്പോൾ ഇവിടെ 6 ഉണ്ട്. 1 2 3 4 5 6. 7 എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ വരച്ചു കൊടുത്താൽ മതി. 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ എന്തായി? 67. അപ്പോൾ ഇതെല്ലാവരും ചെയ്തില്ലേ? തെറ്റാതെ ചെയ്തില്ലേ? ഇതായിരുന്നു 4ാമത്തെ ആക്ടിവിറ്റി. 5ാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് ഫൈൻഡ് ദ പ്രൈസ്. ലുക്ക് അറ്റ് ദ പ്രൈസ് ഓഫ് ദ ഐറ്റംസ് ബ്രോട്ട് ടു ക്ലീൻ ദ സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. സ്കൂളും അതിന്റെ ചുറ്റുപാടും വൃത്തിയാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ലോഷൻ മേടിച്ചിട്ടുണ്ട്, സോപ്പ്, ബ്രൂം, മോപ്പ്, ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ലോഷൻ 30 രൂപയാണ്, സോപ്പ് 20 രൂപയാണ്, ബ്രൂം 15 rupees ആണ്, മോപ്പ് 50 rupees ആണ്. വിച്ച് ഈസ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്? ഇതിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം ഏതാണ്? ഏറ്റവും വില കുറഞ്ഞത് ഏതാണ്? 15 rupeesന്റെ ബ്രൂം ആണ് ഏറ്റവും വില കുറഞ്ഞ ഐറ്റം. ഏതായിരുന്നു? ബ്രൂം. 15 rupeesന്റെ ബ്രൂം ആണ് ഏറ്റവും വില കുറഞ്ഞ ഐറ്റം. അതിൽ ബി ചോദ്യം, ഹൗ മച്ച് മോർ ഈസ് ദ പ്രൈസ് ഓഫ് മോപ്പ് ദാൻ ലോഷൻ? ലോഷനേക്കാളും എത്ര രൂപ കൂടുതലാണ് മോപ്പിന്? ലോഷൻ എത്ര രൂപയാണ്? 30 രൂപയാണ്. ലോഷന് 30 രൂപ, മോപ്പിന് 50 രൂപ. 30 50. അപ്പോൾ ലോഷനേക്കാളും എത്ര രൂപ കൂടുതലാണ് മോപ്പിന്? 20. എത്ര രൂപ കൂടുതലാണ്? 20 rupees ആണ് കൂടുതൽ. ആൻസർ 20 ആയിരുന്നു. ആൻസർ 20 rupees. What is the total price of lotion and broom? ലോഷന്റെയും ബ്രൂമിന്റെയും ടോട്ടൽ പ്രൈസ് എത്രയാണ്? ലോഷൻ 30ഉം ബ്രൂം 15ഉം. അപ്പോൾ എന്ത് ചെയ്യണം? അതിവിടെ എഴുതണം. എങ്ങനെ എഴുതും? ലോഷൻ 30, ബ്രൂം 15, ടോട്ടൽ 45. ഇങ്ങനെ എഴുതണം. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് 2 soaps. 2 സോപ്പുകളുടെ വില എത്രയാണ്? ഒരു സോപ്പിന്റെ വില 20 rupees ആണ്. ഒരു സോപ്പിന് 20 rupees ആണ്. അപ്പോൾ 2 സോപ്പിന് എത്രയായിരിക്കും? 20 plus 20, ടോട്ടൽ 40 rupees. 20 plus 20 40 rupees. 2 സോപ്പിനും കൂടി 40 rupees ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ if 2 soaps were bought and 50 rupees was given, how much rupees will be the balance? 2 സോപ്പ് വാങ്ങിയപ്പോൾ 40 rupees ആയി, 40 രൂപയായി. 50 രൂപ 50 rupees ആണ് കൊടുത്തത്, നൽകിയത്. എന്നാൽ ബാലൻസ് എത്ര രൂപ കിട്ടും? എത്ര രൂപ കിട്ടും? 50 rupees ആണ് കൊടുത്തത്, സോപ്പിനായത് 40 രൂപയാണ്. എത്ര ബാലൻസ് കിട്ടുക? 10 rupees ആണ് ബാലൻസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 2ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും, വളരെ ഈസി ആയിരുന്നിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത ടൈമിന്റെ ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്.
സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.